നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തികൾക്ക് അത്യാഹിത സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് സമഗ്ര പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന പരിശീലന പരിപാടി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിൽ വരെയുള്ളവർക്ക് പരിശീലനം ലഭ്യമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തികൾക്കായാണ് അത്യാഹിത സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട അടിയന്തര പ്രഥമ ശുശ്രൂഷ, ജീവൻ രക്ഷാ മാർഗങ്ങൾ എന്നിവയിൽ സമഗ്ര പരിശീലനം നൽകിയത്. മുഹമ്മദ് മോഹസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശ്രദ്ധാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു പരിശീലന പരിപാടി ഒരുക്കിയത്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിഭാഗം ആളുകൾക്കും ഇത്തരം പരിശീലനങ്ങൾ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് തന്റെ അനുഭവങ്ങൾ മന്ത്രി ചടങ്ങിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇത്തരം പരിശീലനം സമൂഹത്തിൽ വ്യാപിപ്പിക്കണം, നിയമപാലകരെ കൂടി പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ഇവിടെ നിന്ന് നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ അത് നമുക്ക് താഴെത്തട്ടിൽ നമ്മുടെ പ്രദേശത്ത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതിന് ഘട്ടം ഘട്ടമായി ഇതിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് എല്ലാ അവസരത്തിലും നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ അത് പഠിപ്പിച്ചാൽ അവർ ഏത് യാത്രയിൽ എന്ത് പെട്ടെന്ന് കണ്ടാലും അവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനും അങ്ങനെ സഹായിക്കാനും കഴിയും. ഇപ്പോൾ കഴിഞ്ഞ അവസാന വട്ടം ഞങ്ങളൊരു യാത്രയിൽ വെള്ളത്തിലെ ഒരു അമേരിക്കൻ യാത്ര ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായത്, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനം ഇറങ്ങുകയും അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയാൾ ഇരിക്കുന്നു, കൈ പിടിക്കുന്നു തൊട്ടടുത്തുള്ള ആളെ, പക്ഷേ ഇരിക്കാൻ പറ്റുന്നില്ല, അവിടെ കുഴഞ്ഞു വീഴുകയാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ട കാഴ്ച, അവിടെ നിന്നിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തുന്നു, CPR നൽകുന്നു. ഒരു മിനിറ്റ് പോലും താമസിക്കാതെ, മറ്റുള്ള ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഈ ഒരു പ്രാഥമികമായുള്ള ശുശ്രൂഷ നൽകുന്നു. അതിൽ നിന്നും അയാൾക്ക് ശ്വാസം ലഭിക്കുന്നു. അങ്ങനെ അവരെ ആംബുലൻസ് കൂട്ടി അവർ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തുന്നു. എത്ര വേഗത്തിലാണ് ആ ഒരു പ്രക്രിയ നടന്നത്. അപകടങ്ങളും അത്യാഹിത സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ പ്രഥമ ശുശ്രൂഷയും CPR പരിശീലനവും ഉണ്ടെങ്കിൽ എപ്പോഴും ജീവനുകൾ രക്ഷിക്കാമെന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു പരിശീലനം സംഘടിപ്പിച്ചതെന്ന് മുഹമ്മദ് മോഹസിൻ എംഎൽഎ പറഞ്ഞു. ആ യൂത്ത് സമ്മിറ്റിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിലെ യുവജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ. അപ്പോൾ അതിനൊരു പരിശീലന പരിപാടി സംഘടിപ്പിക്കണമെന്ന് കരുതി നമ്മൾ മുന്നോട്ട് വരികയായിരുന്നു. പിന്നീട് ഈ അടുത്ത ദിവസം നമ്മൾ കേരള നിയമസഭയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഡാൻസ് കളിക്കുന്നതിനിടയ്ക്ക് വീഴുന്നത് നമ്മൾ കണ്ടു. പല ആളുകൾക്കും, ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ടും CPR കൊടുക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, അത് ചിലപ്പോൾ നമുക്കറിയില്ല, പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, CPR കൊടുക്കാൻ അധികം ആർക്കും അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചാണ് ശ്രദ്ധ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ എന്ന പേരിൽ പരിശീലനം നൽകിയത്. വിദഗ്ധർ പരിശീലനത്തിന് നേതൃത്വം നൽകി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭാ കൗൺസിലർമാരായ KR നാരായണസ്വാമി, KT റുക്കിയ, ഡോക്ടർ C ഹരിദാസ്, ഡോക്ടർ TV റോഷ്, ശ്രദ്ധ കോർഡിനേറ്റർ M മുഹമ്മദ് റഫീഖ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞത് റോഡിൽ നിലയുറപ്പിച്ചത്. രാവിലെ 11:15 സംഭവം. 3 മാസമായി തളിയിലെ പറമ്പിൽ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാപ്പാന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പാഴായി. 1 മണിക്കൂറിന് ശേഷം എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. 2025-26 വർഷത്തെ തൃത്താല ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം കറുകപ്പുത്തൂരിൽ നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പിന്റെയും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചാത്തന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിൽ ക്ഷീര കർഷക സംഗമം നടന്നത്.
യോഗത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ചടങ്ങിൽ ക്ഷീരപ്രദർശനം, ക്ഷീരവികസന സെമിനാർ, ഡയറി ക്വിസ്, തത്സമയം പാലോൽപ്പന്ന നിർമ്മാണം, ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ, ഓഡിറ്റ് ന്യൂനത പരിഹരണം, ഭരണസമിതിയുടെയും സെക്രട്ടറിമാരുടെയും ചുമതല എന്നീ വിഷയങ്ങളെക്കുറിച്ച് സെമിനാർ, മുതിർന്ന ക്ഷീരകർഷകരെ ആദരിക്കൽ, സമ്മാന വിതരണം, യുവകർഷകരെ ആദരിക്കൽ, ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന ക്ഷീരസംഘത്തിനെ ആദരിക്കൽ എന്നിവ നടന്നു. തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മിൽമ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, 24 ക്ഷീരസംഘങ്ങളിൽ നിന്നായി 350ഓളം പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി എത്തിയ വാഹനം സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ഇവരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസുമായുള്ള ഉന്തും തള്ളും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ വീട്ടമ്മമാരും വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ള 100ഓളം പ്രദേശവാസികൾ ചേർന്നാണ് വാഹനം തടഞ്ഞത്. അറസ്റ്റിനിടയിൽ ഒരു വീട്ടമ്മ കുഴഞ്ഞു വീണു. 55-കാരിയായ ഫാത്തിമയ്ക്കാണ് ബോധക്ഷയം സംഭവിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം ജനജീവിതം ദുസ്സഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസവും നാട്ടുകാർ മാലിന്യവാഹനം തടയുകയും ഇതിലൊരാൾ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇന്നത്തെ പ്രതിഷേധം കണക്കിലെടുത്ത് എരുമപ്പെട്ടി, ചെറുതുരുത്തി സ്റ്റേഷനുകളിൽ നിന്നായി വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു. ബീരാൻ നടുവട്ടം, TM പരീദ്, ഗിരീഷ് പൊറശ്ശേരി, ഫാത്തിമ നടുവട്ടം, മുസ്തഫ പുറത്തൂർ, വിജിത, തസ്ലിമ നസ്രിൻ, അബ്ദുൽ ഖാദർ, മുഹമ്മദ് എന്നിവർ ഉൾപ്പെടെ 11 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ CU അബൂബക്കർ, M വീരചന്ദ്രൻ, സമരസമിതി അംഗങ്ങളായ A മുസ്തഫ, KS മുഹമ്മദ്, PK വിജിത, അഷ്റ കൊറ്റുപുറം തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ചില ആളുകൾ അവരുടെ എണ്ണമെടുക്കാനും അവരുടെ അഡ്രസ് ചില ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ചാരന്മാരായിക്കൊണ്ട് നിൽപ്പുണ്ട്. ആ ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. അവർ ഈ കമ്പനിക്കാരുടെ ഏജന്റുമാരായി ചില ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് അനുമതി കൊടുത്ത രാഷ്ട്രീയ ഭരണാധികാരികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, 2 പാർട്ടികളുടെ നേതാക്കന്മാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അവരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൃത്താല ICDS നാഗലശ്ശേരി പഞ്ചായത്ത് തല പോഷകാഹാര മാസാചരണ പരിപാടി തൃത്താല ബ്ലോക്ക് ഹാളിൽ നടന്നു. പരിപാടിയിൽ കുട്ടികൾക്കിടയിലും കൗമാരക്കാരുടെയും യുവാക്കളുടെയും ഇടയിലും അമിതവണ്ണം കൂടിവരുന്ന സാഹചര്യത്തിൽ ഉപ്പ്, എണ്ണ, മധുരം എന്നിവ കുറച്ചുകൊണ്ടുള്ള ഭക്ഷണരീതി പിന്തുടരേണ്ട ആവശ്യകതയെക്കുറിച്ച് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ഹെൽത്ത് ക്യാമ്പ് നടന്നു. തൃത്താല ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ബിന്ദു, ICDS സൂപ്പർവൈസർ MD രാധിക എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളിലും ഗർഭിണികളിലും പാലൂട്ടുന്ന അമ്മമാരിലുമൊക്കെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷാനിബ എന്നിവർ ന്യൂട്രീഷനും അമിതവണ്ണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് ആശാവർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ ഹെൽത്ത് വെയ്റ്റ് സ്ക്രീനിംഗ് നടത്തി. അങ്കണവാടി വർക്കർമാരുടെ ഫുഡ് എക്സിബിഷനുമുണ്ടായി. മാനസികാരോഗ്യത്തെക്കുറിച്ച് കൗൺസിലർ അനഘ ക്ലാസ് എടുത്തു. അങ്കണവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ എന്നിവർ പങ്കെടുത്തു. വല്ലപ്പുഴ യത്തീംഖാന ഡയമണ്ട് ജൂബിലി സമ്മേളന സ്വാഗത സംഘ കൺവെൻഷൻ സംഘടിപ്പിച്ചു. MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ദാറുൽ ഇസ്ലാം യത്തീംഖാനയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ 17, 18, 19 തീയതികളിൽ ഡയമണ്ട് ജൂബിലി സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ സ്വാസംഘ രൂപീകരണ കൺവെൻഷനാണ് കഴിഞ്ഞ ദിവസം നടന്നത്. CMA കരീമിന്റെ അധ്യക്ഷതയിൽ സമസ്ത ഉപാധ്യക്ഷൻ ഷൈഖുന MP കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ സ്വാസംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉലമാവും ഉമറാവും ഒക്കെ കൂടെ കൂടിയ ഒരു ജയകുട്ടിയാജോ അല്ലെങ്കിൽ അതുപോലെ മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് സഹായിക്കാനും അവർ പറഞ്ഞു കേട്ട് മഹാന്മാരുണ്ടായിരിക്കും. ആ മഹാന്മാരൊക്കെ ഒരുപക്ഷെ ഇന്ന് മരിച്ചു വരായിരിക്കും. അവർക്കൊക്കെയും അല്ലാഹു തആല പരലോകം വരെ വളരെ
റാഹത്തുള്ളതാക്കട്ടെ. അവരുടെ ജീവിതം ബർസഖിയായാലുള്ള അവരുടെ ജീവിതങ്ങളൊക്കെ വളരെ സുഖകരമായി കൊടുക്കട്ടെ. അവർ ചെയ്ത ഈ പ്രവർത്തനം ഉണ്ടല്ലോ, ഇതാ മാത്തബിനു ആദമങ്കത്ത അമലുഹു ഇല്ലാമിൻ സലാസ്. മരിച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് കഴിയും അല്ലേ? ആ 3 കാര്യങ്ങൾ ചോദിച്ചു. ആ 3 കാര്യങ്ങളിൽ പെട്ടതാണ് ഇതിന് സദക്ക ചെയ്തത്. CP അബൂബക്കർ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KT സേദലവി ദാരിമി ആമുഖ പ്രഭാഷണം നടത്തി. സ്വലാഫുദ്ദീൻ ഫൈസി വെല്ലപ്പുഴ 501 അംഗ സ്വാഗത സംഘ കമ്മിറ്റി പ്രഖ്യാപിച്ചു. 2026 സ്ഥാപന കലണ്ടർ ഷൈഖുന നെല്ലായ ഉസ്താദ് പ്രകാശനം ചെയ്തു. PK മുത്തുക്കോയ തങ്ങൾ വെല്ലപ്പുഴ, സയ്യിദ് ഷിയാബുദ്ദീൻ തങ്ങൾ, സയ്യിദ് ഹാഷിം തങ്ങൾ, അബ്ദുള്ള മുസ്ലിയാർ, K സാദുള്ള മുസ്ലിയാർ, TK മുഹമ്മദ് കുട്ടി ഫൈസി, PK കോയ ഹാജി, M ബീരാൻ ഹാജി, M അബ്ദു ഹാജി, TP അസൈനാർ ഹാജി, എത്തിങ്ങാന സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കുട്ടപ്പ മാസ്റ്റർ, മേലതിൽ അനീഫ ഹാജി, മേലതിൽ ജബ്ബാർ ഹാജി, ആസിസ് ഫൈസി വിളയൂർ, മുസ്തഫ മാസ്റ്റർ, PK ആറ്റക്കോയ, NK മോദുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഈ നാട്ടിന് പേരെടുത്തുണ്ടാക്കിയിട്ടുള്ള ആ സ്ഥാപനം അതായത് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 60 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടമല്ല. 60 വയസ്സിലേക്ക് ഇത് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ നിലക്ക് തന്നെ അതിൻ്റെ 60-ാം വാർഷികം നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ സ്വാഗത സംഘ മീറ്റിങ്ങിന് വേണ്ടി എൻ്റെ സഹപ്രവർത്തകരായ സഹോദരന്മാരായ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു എത്തിയിട്ടുള്ളത്. നമ്മുടേതായ പങ്ക് അതിൻ്റെ വിജയത്തിന് നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് എല്ലാ നിലയിലും ഉണ്ടാവണം. ആളിലും അർത്ഥത്തിലും സമ്പത്തിലും എല്ലാം തന്നെ ഇത് സ്ഥാപനത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും. കാരണം ഇന്നും വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ അതിൻ്റേതായ ലക്ഷ്യത്തിലെത്താൻ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആ കാര്യത്തിൽ എല്ലാവരും ഉണ്ടാവണമെന്നും അതിൻ്റെ ഒരു ഭാഗമായി ഇതിനെ നമുക്ക് കാണണം. 60-ാം വാർഷികം ഇവിടെ 50-ാം വാർഷികം സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പങ്കെടുത്ത മഹാസമ്മേളനവും മഹാപരിപാടികളുമായി നമുക്ക് മാറ്റാൻ കഴിയും. പാതയോര ദിശാബോർഡുകൾ വൃത്തിയാക്കി SKSSF പ്രവർത്തകർ. പുലാമന്തോൾ മുതൽ ആമയൂർ വരെയുള്ള ദിശാബോർഡുകളാണ് വൃത്തിയാക്കിയത്. സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ SKSSFന്റെ നേതൃത്വത്തിലാണ് പാതയോര ദിശാബോർഡുകൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കിയത്. SKSSFന്റെ സന്നദ്ധ സേവന വിഭാഗമായ വികായയുടെ സ്ഥാപക ദിനത്തിലായിരുന്നു പുലാമന്തോൾ പാലം മുതൽ ആമയൂർ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗങ്ങളിലെ സൈൻ ബോർഡുകൾ വൃത്തിയാക്കിയത്. മുളയങ്കാവ് കൊപ്പം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികളും നടപ്പാക്കി. കൊപ്പം ജനമൈത്രി പോലീസ് ഓഫീസർ രതീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിളിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നീലടി സുധാകരൻ, SKSF ജില്ലാ വൈസ് പ്രസിഡന്റ് മൊഹീദ്ദീൻ ബാക്കവി, ബിക്കായ ജില്ലാ കൺവീനർ ഉമർ ഫാറൂഖ് മൗലവി, സിദ്ദീഖ് റഹീമി വിളയൂർ, ഷെഫീഖ് ഫൈസി ആമയൂർ, ഷെരീഫ് ചോലയിൽ, അഷറഫ് ഫൈസി, OT സുഹൈൽ, സേദൽവി അൻവരി, സഫ്വാൻ ഫൈസി, ഷാജി ചുണ്ടമ്പറ്റ, SP സിദ്ദീഖ് ഫൈസി, അഹമ്മദ് റസൽ മപ്പാട്ടുകര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുന്നേറ്റം തുടരാം പരുതൂരിനായി എന്ന മുദ്രാവാക്യമുയർത്തി UDF പരുതൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വികസന സന്ദേശയാത്രയ്ക്ക് കാരമ്പത്തൂർ സെന്ററിൽ നിന്നും തുടക്കമായി. ആദ്യ ദിനത്തിൽ പടിഞ്ഞാറെ കൊടുമുണ്ട ഉരുളാൻപടിയിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ APM സക്കറിയ, വൈസ് ക്യാപ്റ്റൻ നിഷിത ദാസ്, കോർഡിനേറ്റർമാരായ ST നിസാർ, PP സലീം, വാസുദേവൻ നമ്പൂതിരി, TK നൌഷാദ്, PK ചേക്കുട്ടി, TP കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ, MP ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലുടനീളം പര്യടനം നടത്തുന്ന വികസന സന്ദേശയാത്ര 7-ാം തീയതി സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മുൻ KPCC സംസ്ഥാന പ്രസിഡന്റ് K മുരളീധരൻ, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് എന്നിവർ സംസാരിക്കും. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊപ്പത്ത് DYFIയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. ഒപ്പം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ റാലിയാണ് ഈ വാഹനത്തിൽ കടന്നു വരുന്നത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് DYFI കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യമായി ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വവും മാറി ഇപ്പൊ ലോക സമാധാനത്തിനുള്ള സമ്മാനം കിട്ടാൻ വേണ്ടി നാടകം നടിക്കുന്ന പ്രസിഡന്റായി അമേരിക്കയുടെ പ്രസിഡന്റ് മാറാണ്. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പറയുന്നു. ഈ നിലപാട് മുൻ അമേരിക്കയ്ക്ക് സ്വീകരിക്കാമായിരുന്നില്ലേ? അങ്ങനെ അമേരിക്ക സ്വീകരിച്ചിരുന്നുവെങ്കിൽ പാലസ്തീനിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യൻ ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുമായിരുന്നില്ലേ? എന്റെ അമേരിക്കയുടെ പറയുന്നത് എന്താണ് നിങ്ങളുടെ താല്പര്യം? പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ
അതിന്റെ 60% നേരത്തെ തന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം വിഴുങ്ങിയിരുന്നു. ബാക്കിയുള്ള പ്രദേശത്തേക്ക് ആ മണ്ണിനെ സ്വന്തമാക്കാൻ അവിടുത്തെ മനുഷ്യനെ ആ പ്രദേശത്ത് നിന്നും ആട്ടിയോടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരന്തരമായി സാമ്രാജ്യത്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാലസ്തീൻ മാത്രമാണോ? ഇസ്രയേൽ ആക്രമിക്കുന്ന എത്രാമത്തെ രാജ്യം? കൊപ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കൊപ്പം സെന്ററിൽ സമാപിച്ചു. ടി ഷാജി, MN സുദീപ്, പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.